Hello everyone, welcome to Jupod SSLC. It's me and Nafi. Yes, അപ്പോൾ നിങ്ങളുടെ SSLC റിസൾട്ട് വന്നു. ചില ആളുകൾക്കൊന്നും വിചാരിച്ച ഗ്രേഡ് കിട്ടിയിട്ടില്ല. ചില ആളുകൾ പറഞ്ഞു സാർ എനിക്ക് ഫിസിക്സ് A+ കിട്ടാൻ ചാൻസ് പക്ഷേ എനിക്ക് A ആണ് കിട്ടിയത്. സോഷ്യൽ എനിക്ക് A+ ഉറപ്പായിരുന്നു പക്ഷേ A ആണ് കിട്ടിയത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താ? അതിനുള്ള സൊല്യൂഷൻ ആണെന്ത്? റീവാലുവേഷൻ അല്ലേ. നിങ്ങൾ ഓൾറെഡി എക്സാം പേപ്പർ ഒന്നുകൂടി എന്ത് ചെയ്യുക, വാല്യൂ ചെയ്യുക. അങ്ങനെ റീവാലുവേഷൻ നടത്തിയിട്ട് ഗ്രേഡ് മാറിയ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് റീവാലുവേഷൻ കൊടുക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ റീവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സൈറ്റ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ളത് ഇന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, 12/5/2025 അല്ലേ. അതായത് എന്ന് മുതലാണ്, ഇന്നിപ്പോൾ 9-ാം തീയതി വെള്ളിയാഴ്ചയാണ്, 10 ശനി, 11 ഞായർ, 12-ാം തീയതി തിങ്കളാഴ്ച, 12-ാം തീയതി തിങ്കളാഴ്ച മുതൽ 17-ാം തീയതി വെള്ളിയാഴ്ച വരെയാണ്, ശനിയാഴ്ച വരെ, 17-ാം തീയതി ശനിയാഴ്ച വരെയാണ് നിങ്ങൾക്ക് എന്തുള്ളത്, ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. അപ്പോൾ 12-ാമത് തിങ്കളാഴ്ചയാണ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. മെയ് 12 തിങ്കളാഴ്ച മുതൽ മെയ് 17 ശനിയാഴ്ച വരെയാണ് നിങ്ങൾക്ക് എന്തിനുള്ള സമയം, ഈ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയം. ഇപ്പം നിങ്ങൾ സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. 12-ാം തീയതി തിങ്കളാഴ്ച വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം: റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടി അവർ എന്ത് ചെയ്യും, നോക്കും, വാല്യൂ ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, റീവാലുവേഷൻ അഥവാ പുനർമൂല്യനിർണ്ണയം. രണ്ടാമത് സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ അവർ മാർക്ക് ഒന്നുകൂടി കൂട്ടി നോക്കും. ചിലപ്പം ഈ മാർക്ക് കൂട്ടി നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് മാർക്ക് ഒന്നുകൂടി കൂട്ടി നോക്കും. അതാണ് എന്ത്, സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന. മൂന്നാമത്തെ ഫോട്ടോ കോപ്പി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പറിന് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ തരും. ഇത് മൂന്നിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാം, റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി അത് കാണാം. നിങ്ങളതിൽ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഗ്രേഡ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നത്, ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ സ്ക്രൂട്ടിനി കൊടുക്കുന്നത്, ഏതൊക്കെ സബ്ജക്റ്റാണ് ഫോട്ടോ കോപ്പി കൊടുക്കുന്നത്, കൊടുത്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്നുകൂടി അത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് ഫിസിക്സ് റീവാലുവേഷൻ കൊടുക്കേണ്ട, കെമിസ്ട്രിയാണ് റീവാലുവേഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായി കൊടുത്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം അവിടെ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കൺഫർമേഷൻ മുന്നേ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, സെറ്റാക്കണം, എന്തൊക്കെ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇങ്ങനെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ 17-ാം തീയതി, അതായത് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുന്നേ നിങ്ങൾ എവിടെ സബ്മിറ്റ് ചെയ്യണം, നിങ്ങളുടെ HMൻ്റെ അടുത്ത്. നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങൾ ഏത് സ്കൂളിൽ പോയിട്ടാണോ SSLC എക്സാം എഴുതിയത്, SSLC എക്സാം എഴുതിയിട്ടുള്ള സ്കൂളിലെ HMന് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി ആരുടെ ഡ്യൂട്ടിയാണ്, HM ഡ്യൂട്ടി. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. 17-ാം തീയതിക്ക് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് സ്ക്രൂട്ടിനിക്ക് സ്ക്രൂട്ടിനി, റീവാലുവേഷൻ, ഫോട്ടോ കോപ്പിയെങ്കിൽ ഫോട്ടോ കോപ്പി, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിന് സെലക്ട് ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുത്ത പ്രിൻ്റ് ഔട്ട് കിട്ടുമല്ലോ, ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിലെ HMന് സബ്മിറ്റ് ചെയ്യുക. ഇതിനുള്ളിൽ ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, HMന് സബ്മിറ്റ് ചെയ്യാം. ബാക്കിയൊക്കെ ചെയ്യേണ്ടത് ആരാണ്, HM ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താടാ, ഇതിൻ്റെ റുപ്പീസ് എങ്ങനെ, പൈസ എങ്ങനെയാണ് വരുന്നത്. റീവാലുവേഷന് ഒരു പേപ്പറിന് 400 രൂപ, ഫോട്ടോ കോപ്പിക്ക് ഒരു പേപ്പറിന് 200 രൂപ, സ്ക്രൂട്ടിനിക്ക് ഒരു പേപ്പറിന് 50 രൂപ എന്ന നിരക്കിലാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അടയ്ക്കേണ്ടത്. അപ്പോൾ റീവാലുവേഷന് കൊടുക്കുന്ന പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകം സ്ക്രൂട്ടിനി കൊടുക്കേണ്ട ആവശ്യം. നിങ്ങളൊരു പേപ്പർ റീവാലുവേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രൂട്ടിനി കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾ ഇങ്ങനെ റീവാലുവേഷൻ നടത്തി നിങ്ങളുടെ ഗ്രേഡ് കൂടിയാൽ A ഉള്ളത് A+ ആവുകയോ, B+ ഉള്ളത് A+ ആവുകയോ, B+ ഉള്ളത് B ആവുകയോ, A ആവുകയോ ചെയ്താൽ, അതായത് നിങ്ങളുടെ ഗ്രേഡ് കൂടിയാൽ ആ അടച്ച ഫീസ്, അപ്പോൾ നിങ്ങൾ ഒരു പേപ്പർ, ഇപ്പോൾ നിങ്ങൾ ഫിസിക്സിന് 400 രൂപ കൊടുത്തിട്ട് റീവാലുവേഷൻ കൊടുത്തു, ആ റീവാലുവേഷൻ കൊടുത്ത ഫിസിക്സ് A ആയിരുന്നു നിങ്ങൾക്ക് കിട്ടുകയായിരിക്കും. ആ A ഉള്ളത് എന്തായി മാറി, A+ ആയി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ക്യാഷ് തിരിച്ച് കിട്ടും. നിങ്ങൾക്ക് എന്ത് തിരിച്ച് കിട്ടും, റീവാലുവേഷൻ കൊടുത്ത ക്യാഷ് തിരിച്ച് കിട്ടും. ഇനി ഫോട്ടോ കോപ്പി ലഭിച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ലഭിച്ച ശേഷം നിങ്ങൾ എക്സാം പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് ശേഷം നിങ്ങൾക്ക് ആ പേപ്പർ എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾ ഫിസിക്സിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾ ചോദിച്ചു, പക്ഷേ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, റീവാലുവേഷൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, യെസ്, ഓക്കെ ആണല്ലോ. പിന്നെ A+ ലഭിക്കുന്ന വിഷയങ്ങൾക്ക് ഇത്തരത്തിൽ പുനരപേക്ഷിക്കാം. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏത് വിഷയത്തിൽ A+ ലഭിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ സൈറ്റ് ഓപ്പൺ ആവുക തിങ്കളാഴ്ച സൈറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ തിങ്കളാഴ്ച ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എന്ത് ഏകദേശം പ്ലാൻ ഉണ്ടാക്കി വെക്കുക, ഏതൊക്കെ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കണം, ഏതൊക്കെ സ്ക്രൂട്ടിനി കൊടുക്കണം. അപ്പം സ്ക്രൂട്ടിനി കൊടുക്കുന്ന പേപ്പർ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്ന പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രൂട്ടിനി കൊടുക്കേണ്ട ആവശ്യം. റീവാലുവേഷൻ പറഞ്ഞാൽ എന്താ,
നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടി വാല്യൂ ചെയ്യാണ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടി പരിശോധിക്കാനായിട്ട്, അതായത് മാർക്കുകൾ കറക്റ്റ് കൂട്ടി നോക്കുകയാണ് സ്ക്രൂട്ടിനിയിൽ ചെയ്യുക. അപ്പം ഈ സൈറ്റ് ഓർത്ത് വെച്ചാൽ തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് ശനിയാഴ്ച വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റീവാലേഷൻ പേപ്പറിന് 400 രൂപയും ഫോട്ടോ കോപ്പിക്ക് 200 രൂപയും സ്ക്രൂട്ടിനിക്ക് 50 രൂപ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, സെറ്റാക്കാം, റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ശരിക്കും പരിശോധിക്കണം ഏതിനൊക്കെയാണ് റീവാലേഷൻ കൊടുത്തത്. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സൈറ്റ് ഓപ്പൺ ആയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.